നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ സീരിയസ് അല്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, അതിന്റെ ആ സ്പീഡ് കൂടാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ യു ബിക്കം എ ലീഡർ, നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരിക എന്നല്ലാതെ ഇതിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ, ഇതേപോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ഓട്ടോമാറ്റിക് ആയിട്ട് ആളുകളിൽ മറ്റുള്ള ആളുകൾ പറയും, അനക്ക് വലിയ മെച്ചമൊന്നും ഇല്ലല്ലോ, അനക്ക് ഒരു ചേഞ്ചസ് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് അതൊക്കെ ലീഡർ മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ, ലീഡർമാർക്ക് മാത്രമേ കിട്ടുള്ളൂ. യെസ്, ലീഡർമാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ലീഡർ ആവുക, അതിന് വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ചിന്തിക്കില്ല. ലീഡർമാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ ലീഡർ ആവാൻ നോക്കിക്കാലോ, പ്രശ്നമില്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ലീഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ, വേറെ ഒന്നുമില്ല, സിമ്പിൾ ഗെയിമാണ്. നമ്മളെ കൂടെ വന്ന വ്യക്തിനെ വളർത്താൻ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. ഓക്കെ, ദെൻ ഫോളോ വൺ സിസ്റ്റം. ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം. പല ആളുകളും ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ബിസിനസ്സിൽ വന്നിട്ട് അത് പല പല സിസ്റ്റങ്ങളാണ്. പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൻ്റെതായിട്ടുള്ള, ഇപ്പൊ നിങ്ങളിപ്പോ എന്താ പറയാ, അനിൽ ബാലുശ്ശേരി എന്ന് പറയുന്ന ലീഡർ, നിങ്ങൾ ആ ലീഡറെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ രഞ്ജിത്ത് സാറ് SEC രഞ്ജിത്ത് സാറിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് ഒരു വ്യക്തമായ സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ സിസ്റ്റത്തിൽ കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മുന്നോട്ട് പോകാൻ പാടുള്ളൂ. സ്ട്രാറ്റജികൾ, സിസ്റ്റം സെയിം ആയിരിക്കണം, സ്ട്രാറ്റജി വ്യത്യാസപ്പെടാം. ഓക്കെ, ഓരോ ടീമിനും ഓരോ സ്ട്രാറ്റജികൾ ഉണ്ടാവാം, പക്ഷെ ഒറ്റ നമ്മളെ ടീമിന് ഒരു സിസ്റ്റം ഉണ്ട്. ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും സിസ്റ്റം സെയിം ആണ്. എല്ലാ ടീമിനും നമ്മളുടെ ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ സിസ്റ്റം സെയിം ആണ്. ആ സിസ്റ്റത്തിൽ കൂടി തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സ്ട്രാറ്റജികളിൽ വ്യത്യാസം വരാം, പക്ഷെ ഒരു സ്ട്രാറ്റജി ഒരു ടീമിൽ ഒരു സമയത്ത് ഒന്നേ പാടുള്ളൂ. ഒരു സ്ട്രാറ്റജി ഒരു ടീമിൽ ഒരു സമയത്ത് ഒന്നേ പാടുള്ളൂ. ഇപ്പോ അനിയേട്ടൻ ഒരു സ്ട്രാറ്റജി പറഞ്ഞു, അത് രഞ്ജിത്ത് വേറെ സ്ട്രാറ്റജിയിലേക്ക് മാറി, പ്രതീക്ഷേട്ടൻ വേറെ സ്ട്രാറ്റജിയിലേക്ക് പോയി. ഓട്ടോമാറ്റിക് എന്താ ചെയ്യാ, സിസ്റ്റം ഉണ്ട് പക്ഷെ സ്ട്രാറ്റജി ഡിഫറൻസ് ആണ്. ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, ആ ടീമിന് ഗ്രോത്ത് ഉണ്ടാവുമോ? ഇല്ല. രഞ്ജിത്ത് സാർ വേറെ സ്ട്രാറ്റജിയിലേക്ക് പോയി, പ്രതീക്ഷേട്ടൻ വേറെ സ്ട്രാറ്റജിയിലേക്ക് പോയി, വേറെ ടീം വേറെ സ്ട്രാറ്റജിയിലേക്ക് പോയി, ഓട്ടോമാറ്റിക് അവിടെ ഗ്രോത്ത് കുറയും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഒറ്റ സിസ്റ്റത്തിലേക്കും ഒരു സ്ട്രാറ്റജിയിലേക്കും ഒരേ സമയത്ത് എത്തുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. റൈറ്റ് ടേക്ക് ഓഫ് സിസ്റ്റം. ഓക്കെ, അത് ശരിയായ രീതിയിൽ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നമ്മൾ ഈ ബിസിനസ്സിൽ വന്ന് ജോയിൻ ചെയ്തൊരു വ്യക്തിയെ സംബന്ധിക്കുകയാണെങ്കിൽ എന്താ നമുക്ക് സ്ട്രാറ്റജിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത? നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ വ്യക്തിനെ എന്ത് ചെയ്യുക, GTSലും അതേപോലെ തന്നെ പ്രൊഡക്ട് ട്രെയിനിങ്ങിലും അതേപോലെ FSSലും ഒക്കെ പങ്കെടുപ്പിച്ചിട്ട് അയാളെ ഈ ബിസിനസിന്റെ റൂട്ടിലേക്ക് എത്തിക്കുക, അല്ലെ? സിസ്റ്റം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ലെവലിലേക്ക്. ഇത് ഡ്യൂപ്ലിക്കേറ്റബിൾ ബിസിനസ് ആണ്, അല്ലെ? വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നന്നായി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ എന്തായി, നമ്മൾ ഇതിൽ ബിസിനസ്സിൽ പകുതി രക്ഷപ്പെട്ടു, അല്ലെ? നന്നായിട്ട് തുടങ്ങുന്നില്ല, സ്റ്റാർട്ടിങ് പക്കയാക്കി മാറ്റുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള, അതിന് കൃത്യമായിട്ട് ആ സിസ്റ്റത്തിൽ കൂടെ തന്നെ പോകണം എന്നുള്ളതാണ് പ്രധാനം. ക്രിയേറ്റ് എ സോളിഡ് സിസ്റ്റം. അത് എന്തായിരിക്കണം, അത് സോളിഡ് സിസ്റ്റം ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ സിസ്റ്റത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രത്യേകത, എന്താ, അത് സിമ്പിൾ ആണ്. നമ്മളെ കയ്യിലുള്ള സിസ്റ്റത്തിന്റെ പ്രത്യേകത അത് സോളിഡ് സിസ്റ്റം ആണ്, അതേപോലെ തന്നെ സിമ്പിൾ ആണ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റബിൾ ആണ്. ഇതിൽ നമ്മളെ സിസ്റ്റത്തിനകത്ത് എന്താണ് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ലാത്തതും സിമ്പിൾ അല്ലാത്തതും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എല്ലാ ചൊവ്വാഴ്ചയും നാളന്തയിൽ വരാൻ പറ്റാത്ത നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള കാര്യമാണോ? അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് എടുക്കാൻ എന്താ പറയുക, ചെയ്യിപ്പിക്കാൻ പറ്റൂല എന്നുള്ളത് അതെല്ലാം ടഫായ കാര്യമാണോ? അത് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ലേ? ദെൻ അതേപോലെ തന്നെ FSSൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു STC ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ DTC ആകുമ്പോഴത്തേക്ക് FSS സ്വന്തമായിട്ട് എടുക്കണം. അതെന്താ, നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? അത് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ലേ? ആണ്, ഡ്യൂപ്ലിക്കേറ്റബിൾ ആണ്, സിമ്പിൾ ആണ്, സോളിഡ് ആയി ശക്തമായിട്ടുള്ളതാണ്. ഓക്കെ, പക്ഷേ സാറേ ഞാൻ എങ്ങനെ FSS എടുക്കുക? സാറേ ഞാൻ പഠിക്കാനാവില്ല സാറേ എനിക്ക് പഠിക്കാനാവില്ല സാറേ, ഞാൻ ആയിട്ടില്ല സാറേ അങ്ങനെ നമ്മൾ അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ 2:10 അവിടെ നിങ്ങൾ മുകളിൽ നോക്കി നിൽക്കുന്നുണ്ടാവും. ആ 2:10 നിങ്ങൾക്ക് 2:10 സംസാരിക്കാൻ, 2,10,000 സംസാരിക്കാൻ അറിയെങ്കിൽ 2,10,000 നിങ്ങളോട് പറയും, സോറി സാറേ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സമയമായിട്ടില്ല സാറേ, ഞാൻ ഇപ്പൊ വരൂല സാറേ, ഞാൻ തീരെയും വരൂല സാറേ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ. ഇങ്ങനെയാ പറയാ. എന്നാലോചിക്ക്. അപ്പൊ 2,10,000 നമ്മളെ കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വേർഡുണ്ട്, എന്താണ്, താൻ അതിന് അർഹനാണെങ്കിൽ തന്റെ കയ്യിലേക്ക് അത് വന്ന് ചേർന്നിരിക്കും. ഒരു സംശയമില്ല, താൻ അതിന് അർഹനാണെങ്കിൽ
താൻ അതിന് അർഹനാണെങ്കിൽ തന്റെ കയ്യിലേക്ക് അത് വന്നു ചേരും. ഓക്കെ, അത് എന്തും അങ്ങനെയാണ്. നിങ്ങൾ അതിന് അർഹതപ്പെട്ടവനാണെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലേക്ക് ആ സാധനം വന്നു ചേരുള്ളൂ. ഓക്കെ, അത് 2,10,000 ആയാലും ശരി, മെഴ്സിഡീസ് ബെൻസ് ആയാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ കാർ ആയാലും ശരി, അത് ഏത് അച്ചീവ്മെന്റ്സ് ആയാലും ശരി, അല്ലെങ്കിൽ പറമ്പായാലും ശരി, അത് എന്തായാലും ശരി, നിങ്ങൾ അതിന് അർഹത നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ ഭൂമിയിൽ. അത് എന്ത് സാധനമായാലും ശരി, അത് എന്ത് സാധനമായാലും ഒരു സംശയമില്ല. അർഹത ഇല്ലാത്തവന്റെ കയ്യിൽ ഒരു കാരണവശാലും ഒരു സാധനവും നിലനിൽക്കൂല, ഒരു സംശയമില്ല കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ ബിസിനസ്സിൽ 2,10,000 നേടിയെടുക്കാനുള്ള അർഹത നേടുന്നവനാണോ, അല്ലെങ്കിൽ അർഹത ഉള്ളവനാണോ, അർഹത ഉണ്ടാക്കിയെടുക്കുന്നവനാണോ, അർഹത ഉണ്ടാക്കിയെടുക്കാനുള്ള റെഡിയാണോ എന്നൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതിനൊക്കെ നിങ്ങളെ അർഹതപ്പെട്ടവനാക്കി മാറ്റാനുള്ള നമ്മളുടെ കയ്യിലുള്ള ഏക വഴിയാണ് ഈ ബിസിനസിന്റെ സിസ്റ്റം, അല്ലേ? ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാ ആളുകളും നിങ്ങളടുത്ത് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പറയാറുണ്ട്, ഈ ബിസിനസിന്റെ സിസ്റ്റം ത്രൂ അല്ലെങ്കിൽ പ്രകാരം വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ രക്ഷപ്പെട്ടത്, ഈ സിസ്റ്റം ത്രൂ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഇത്തരത്തിലുള്ള വരുമാനം കിട്ടുന്നത്, എന്റെ കഴിവുകൊണ്ടല്ല, സിസ്റ്റത്തിന്റെ പവർ കൊണ്ടാണ്. സിസ്റ്റത്തിനെ വിശ്വസിക്കണം. ആ സിസ്റ്റം അവിടെ ഉണ്ട്, ആ സിസ്റ്റം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ഹോം മീറ്റിംഗ്. ഓക്കെ, അതേപോലെ തന്നെ ഹോം മീറ്റിംഗ്, നിങ്ങൾ എത്ര പേര് ഹോം മീറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ടാവാം, എത്ര പേര് ഹോം മീറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം, എത്ര പേര് ഹോം മീറ്റിംഗ് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാം, ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഹോം മീറ്റിംഗ് ഈസ് ദ പ്ലേസ് വേർ ലീഡേഴ്സ് ആർ മെയ്ഡ്. ഓക്കെ, ഒരു ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണെന്ത്, ലീഡേഴ്സിന്റെ കളരിയാണെന്ത്, ഹോം മീറ്റിംഗ്. അല്ലാതെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ലീഡറായി വരുന്നതല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് എനിക്ക് 1-to-1 കൊടുക്കാൻ അറിയാത്ത ഒരു സമയത്ത്, കൃത്യമായിട്ട് 1-to-1 കൊടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാൻ അറിയാം. ഓക്കെ, പക്ഷെ ഒരു ആളടുത്ത് ഇരുന്ന് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ എനിക്കാവും. പക്ഷെ പ്ലാൻ കൃത്യമായിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ അറിയാത്ത ഒരു സമയത്ത് എന്റെ ടീമിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്ന് പറഞ്ഞു, സാറേ എന്ത് ചെയ്യണം, എന്റെ വീട്ടിൽ ഞാൻ കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടാം. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, സാറേ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടാം. എന്റെ തുടക്കകാലത്താണ് ഞാൻ, എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപ പോലും വരുമാനം, അല്ലെങ്കിൽ ഒരു 2,000-3,000 പോലും വരുമാനം വാങ്ങിക്കാതിരുന്ന ഒരു സമയത്ത് എന്റെ ടീമിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ, എന്റെ കൂടെ ഐഡിയ അടിച്ച ഒരു ഡിസ്ട്രിബ്യൂട്ടർ പറയാണ്, സാറേ ഞാൻ എന്റെ വീടിനടുത്തുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടാം, അവർക്കൊന്ന് പ്ലാൻ ഒന്ന് പറഞ്ഞു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അത് ഹോം മീറ്റിംഗ് ആണ്. അപ്പൊ എനിക്കത് സത്യം പറയാൻ ഞാനൊന്ന് ഷോക്കായി. പുറത്തേനെ ആയിക്കോട്ടെ, നിങ്ങൾ വിളിച്ചോളി, ധൈര്യമായിട്ട് വിളിച്ചോളി എന്നാണ്. ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്തില്ല. ഞാൻ എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള അന്ന് ഡാനിഷ് സാറും ഞാനും ഒന്നിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷനാണ്. ധനീഷ് സാറോട് ഞാൻ പറഞ്ഞു, ശരി ധനീഷ് സാറേ നമുക്ക് പോയി നോക്കിയാലോ. ശരി ആയിക്കോട്ടെ, പോയി നോക്കാം. അതിന് ധനീഷ് സാറിനും പ്ലാൻ അറിയില്ല, എനിക്കും പ്ലാൻ അറിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, ധനീഷ് സാറിനും പ്ലാൻ അറിയില്ല, എനിക്കും പ്ലാൻ പറയാൻ അറിഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ധനീഷ് സാറിന് എനിക്ക് ഒന്നും കിട്ടിയ മര്യാദ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു 1,000 രൂപ കിട്ടിയിട്ടില്ല, ധനീഷ് സാറിനും 1,000 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ വരുമാനമുള്ളൂ, അല്ലെങ്കിൽ ഒരു 5,000 രൂപയുടെ വരുമാനം, അടുത്തുള്ള വരുമാനം ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് അവസ്ഥ. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ആ കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടറെ വീട്ടിൽ പോയി നോക്കുന്ന സമയത്തുണ്ട്, അയാളുടെ ഡൈനിങ് ഹാളിൽ ഒരു 10-20 പെണ്ണുങ്ങൾ ഇരിക്കുന്നു, ലേഡീസ് ഇരിക്കുന്നു. ഞങ്ങൾക്കത് കണ്ടതോട് കൂടിയിട്ട് കുട്ടുംകാല് വരച്ചിട്ടൊരു നിവൃത്തിയില്ല, എങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ധനീഷ് സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, സാറേ എന്റെ അപ്ലൈ നിങ്ങളാണ്, നിങ്ങൾ പ്ലാൻ പറയണം. ഞാൻ പറഞ്ഞ ഡയലോഗാ. അപ്പൊ ധനീഷ് സാറിന്റെ അടുത്ത് പറഞ്ഞു, സുബിയെ കളിക്കരുത്, തമാശയാക്കരുത്, ഇത് ഇവിടെ സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്. എനിക്ക് പ്ലാൻ പറയാനല്ല അറിയില്ല എന്നുള്ളത്, ഇങ്ങനെ പ്ലാൻ പറയാൻ അറിയില്ല, കണക്കറിയുന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ല. ശരി ആയിക്കോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്തോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ധനീഷ് സാറിന്റെ അടുത്ത് പറഞ്ഞു, പ്ലാൻ നിങ്ങൾ പറഞ്ഞോളി. ധനീഷ് സാറിനെ കൊണ്ട് ഞാൻ പ്ലാൻ പറയിപ്പിച്ചു, പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് അന്നത്തെ ഹോം മീറ്റിംഗ് ആദ്യമായിട്ട് നടന്നത്. ഒരു ഐഡിയ ഇല്ല. അപ്പൊ സാധാരണ എല്ലാവരും പ്രൊഡക്റ്റ് പറഞ്ഞതിന് ശേഷമാണ് ഇൻകം പ്ലാൻ പറയുക. എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ധനീഷ് സാറേ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം പ്ലാൻ പറഞ്ഞതിന് ശേഷം പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം, ഓരോ പ്രൊഡക്റ്റും. അങ്ങനെ എന്ത് ചെയ്തു, ധനീഷ് സാർ ആ ഡൈനിങ് ഹാളിൽ കയറി 10-20 ആളുകൾ എടുത്ത് പ്ലാൻ കൃത്യമായിട്ട് ഒന്ന് ഫയൽ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു, ഒന്ന് വരച്ച് കാണിച്ചു കൊടുത്തു. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം
പ്ലാൻ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ പ്രൊഡക്റ്റ് എന്താ പറയുക ഫയൽ വെച്ചിട്ട് ഓരോ ഫയലുകളും ഫയൽ വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റുകളും ഇന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഒരു 17 പ്രൊഡക്റ്റ് 15 പ്രൊഡക്റ്റ് അത്രേ ഉള്ളൂ ആകപ്പാടെ അന്ന് തുടക്കത്തിലുള്ളൂ. 7ഓളം പ്രൊഡക്റ്റുകൾ മാത്രമേ എന്തുള്ളൂ ആയുഷിന്റെ പ്രീമിയം മാർക്കുള്ളൂ. പിന്നെ ടോട്ടൽ കൂടി ഒരു 17 25 പ്രൊഡക്റ്റുകൾ ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മുടെ കോസ്മെറ്റിക്സ് അടക്കം അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് പറഞ്ഞെങ്കിലും അവിടെ ആ ഡൈനിങ് ഹാളിലുള്ള ഫാന് 5ലാ തിരിയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഫാൻ 5ലൊന്നല്ല തിരിയുന്നത്, 50 തിരിയുന്നത്. അത്രയും സ്പീഡിലാണ് തിരിയുന്നത്. പക്ഷെ ഞാൻ വേർത്ത് കുളിക്കുക ചെയ്യുന്നത്. ആ ഫാനിന്റെ ചോട്ടിൽ നിന്നിട്ട് ഞാൻ വേർത്ത് കുളിക്കുക. പക്ഷെ ഉണ്ടായ മാറ്റം, എന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആ ഒരൊറ്റ പ്രോഗ്രാം കഴിഞ്ഞതോട് കൂടിയിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് മുഴുവൻ ആ ഞങ്ങൾ കൊടുത്ത സാധനം മനസ്സിലായിട്ടുണ്ടെന്നുള്ളതും അതിനകത്ത് കുറെ ആളുകൾ ജോയിൻ ചെയ്തെന്നുള്ളതും കുറെ ആളുകൾ ഡൗട്ടുകൾ ചോദിക്കാനും ക്ലിയർ ആവാനും ഒക്കെ തയ്യാറായിരുന്നുണ്ടപ്പോ എന്റെയും ധനിസാറിന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. പിന്നെ അതിനുശേഷം പിന്നീട് വോമിറ്റിംഗ് അല്ല, 1-to-1 അല്ല, പിന്നെ എന്ത് സാധനം തന്നാലും ഞങ്ങളെ കയ്യിലേക്ക് തന്നാൽ ഞങ്ങൾ ലോഡ് എടുക്കും. ഒരു കുഴപ്പമില്ല, ടെൻഷൻ അവിടെ നിന്ന് മാറി കിട്ടുന്നില്ല. അന്ന് തൊണ്ട ഇടറിയിട്ട് മുട്ട് കുറച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തുടക്കത്തിലെ. ഇത് ഇങ്ങനെയുള്ളൂ, ഇത്രയേ ഉള്ളൂ കാര്യം എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലായതിനു ശേഷം പിന്നീട് ഞാനത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ അതിന് നമ്മൾ അടിച്ചു കയറി അങ്ങോട്ട് ബിസിനസ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളതാണ്. ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ അന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ, ഇവിടെ ഈ പറഞ്ഞ വാക്കതാണ്, ഹോം മീറ്റിംഗ് ഈസ് ദ പ്ലേസ് വേർ ലീഡേഴ്സ് ആർ മെയ്ഡ്. അതായത് ഹോം മീറ്റിംഗിൽ നിന്നാണ് ആര് മെയ്ഡ് ആവുന്നത്? ലീഡേഴ്സ് മെയ്ഡ് ആവുന്നത്. ലീഡേഴ്സ് ജനിക്കുന്നത് അവിടെ നിന്നാണ്. ഹോം മീറ്റിംഗിൽ നിന്നാണ് ലീഡേഴ്സ് ജനിക്കുന്നത്. നിങ്ങൾ ഹോം മീറ്റിംഗ് എടുക്കാറുണ്ടോ? നിങ്ങൾക്ക് 10,000 രൂപ കിട്ടിയ ആളുകളെ, അല്ലെങ്കിൽ 25,000 രൂപ കിട്ടിയ ആളുകളെ, അല്ലെങ്കിൽ STC വരണം, RTC വരണം, NTC വരണം ഹോം മീറ്റിംഗിന്? സാറേ വേണ്ട സാറേ, 1000 രൂപ വരുമാനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് എടുക്കാം. നിങ്ങൾക്ക് എന്തുവരാം, ലീഡർഷിപ്പ് കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് കയറി വരാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഒന്ന് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യത്തെ ഇവിടുത്തെ ക്രൈറ്റീരിയ. ഓക്കെ, അതേപോലെ തന്നെ അടുത്തതാണ് ഗുഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എക്കോസിസ്റ്റം. ഓക്കെ, നിങ്ങളുടെ ടീമിൽ ഉണ്ടാക്കി എടുക്കേണ്ട ഒരു കൾച്ചറാണെന്ത്? നല്ല ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഡെവലപ്മെന്റ് എക്കോസിസ്റ്റം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ലീഡേഴ്സ് ആർ നോട്ട് ബോൺ. ഒരിക്കലും ലീഡേഴ്സ് ജനിക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ലീഡേഴ്സിന്റെ കളരിയാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. എന്നതുപോലെ ലീഡേഴ്സ് ആർ നോട്ട് ബോൺ. അവരൊരിക്കലും ലീഡേഴ്സ് ആയിട്ട് ജനിക്കുന്നതല്ല. ലീഡേഴ്സ് ആർ മെയ്ഡ്. എന്താണ്? അവരെ ഉണ്ടാക്കുന്നതാ, അല്ലെ? ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത്തരത്തിലുള്ള നല്ല നല്ല ട്രെയിനിങ്ങുകൾ കിട്ടുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങളുടെ മക്കളൊന്ന് ആലോചിച്ച് നോക്കി, അവര് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും വ്യത്യാസങ്ങൾ വരുന്നില്ലേ? എങ്ങനെയാണ് അത് വരുന്നത്? വ്യത്യാസം ചിന്തയിലും വ്യത്യാസം വരുന്നത്, പ്രവൃത്തിയിലും. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അവർ കണ്ടിട്ടും കേട്ടിട്ടും അവരെ അത് സ്വായത്തമാക്കിയിട്ടാണ് നിങ്ങളുടെ മക്കളില് രൂപവ്യത്യാസം, അല്ലെങ്കിൽ എന്താ പറയാ, അതിനകത്ത് സ്വഭാവ വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ ചിന്തയിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്. സെയിം അതേപോലെ തന്നെയാണ് ഈ ബിസിനസിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും നിരന്തരം കിട്ടുമ്പോഴാണ് നിങ്ങളുടെ ടീമിലുള്ള ആളുകളിൽ എന്താ പറയാ, അവര് ലീഡർഷിപ്പിലെ കാറ്റഗറിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള നല്ല നല്ല ട്രെയിനിങ്ങുകൾ നിങ്ങൾ കൊടുത്തേ പറ്റൂ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾ നല്ല ട്രെയിനിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നല്ല ട്രെയിനിങ്ങിലേക്ക് മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കണം അവർക്ക്. ഓക്കെ, നിങ്ങൾ പഠിപ്പിക്കുക, അതേപോലെ തന്നെ പഠിപ്പിക്കുന്നവരെ ക്രിയേറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. യു കനോട്ട് എക്സ്പെക്ട് സം വൺ ഓഫ് ടു ബി എ ലീഡർ ബൈ ചാൻസ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്ത്, ഒരു ലോട്ടറി അടിച്ചിട്ട് നിങ്ങളുടെ ടീമില്, അല്ലെങ്കിൽ ബൈ ചാൻസ് നിങ്ങളുടെ ടീമിൽ താഴത്ത് നിങ്ങളെ ടീമിലേക്ക് വേറെ കുറെ ആളുകൾ ലീഡർഷിപ്പ് കാറ്റഗറിയിലേക്ക് ബൈ ചാൻസിൽ വന്ന് കയറും എന്നുള്ളത് നിങ്ങൾ സ്വപ്നം കാണണ്ട. അങ്ങനെ ഒരു സംഭവമില്ല. ബൈ ചാൻസിൽ ആരും വന്ന് കയറൂല. അതൊക്കെ ബൈ ചാൻസിൽ ഒരിക്കലും ഒരാളും ലീഡറായി മാറുന്നില്ല. ലീഡർ എന്ന് പറയുന്നത് എന്താണ്? അവരെ ഉണ്ടാക്കുന്നതാണ്. ഓൾറെഡി ജനിക്കുന്നതല്ല, അവരെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ടീമിലെ ലീഡർ, എന്റെ ടീമിൽ ആരും ഇല്ല സാറേ, ലീഡർമാരായിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, അത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് പറയുന്നതെന്നുള്ള ആലോചിച്ചത്. സാറേ എന്റെ ടീമിൽ ലീഡർമാരൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഒരു സംശയം ഉണ്ടായില്ല.
കാരണം ലീഡേഴ്സിനെ ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത്, ഉണ്ടാക്കുകയാണ്, അല്ലാതെ ഒരിക്കലും ഉണ്ടാകല്ല. ഓക്കെ, അപ്പോ എന്റെ ടീമിൽ ലീഡർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഉണ്ടാക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ദെൻ അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടുള്ള ടൂളുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇത് നിങ്ങളുടെ ടീമിനെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കുകയും വേണം. ഓട്ടോമാറ്റിക് ആയിട്ടാവണം അവരൊക്കെ നിങ്ങളെ ലീഡറായിട്ട് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ടൂൾസ് വർക്ക് ഈവൻ വെൻ യു ആർ നോട്ട് വർക്കിംഗ്. ടൂൾസിന്റെ പ്രത്യേകത എന്താ? ഈവൻ വെൻ യു ആർ നോട്ട് വർക്കിംഗ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ടൂളുകൾ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ടൂൾസ് എന്തൊക്കെയാ? നമ്മുടെ കമ്പനിയുടെ ടൂൾസ് എന്തൊക്കെയാ? നമ്മുടെ ബിസിനസിന്റെ ടൂൾസ് എന്തൊക്കെയാ? ചില ആളുകൾ പറയും, സാർ ഡയറി, പെന്ന്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, എന്താ പറയാ, മൊബൈല്, പിന്നെന്താ അത് ഇത് എന്നൊക്കെ പറയും. ഇത് നിങ്ങളില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഈ ബിസിനസിന്റെ ടൂൾസ് എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചയിലും നളന്തയിൽ നടക്കുന്ന GTS ആണ്. അതേപോലെ FSS ട്രെയിനിങ് ആണ്, അതേപോലെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്, അതേപോലെ മറ്റു ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകളാണ്, അതേപോലെ നിങ്ങളെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ കമ്പനി ഓഫീസ് എവിടെ? എരണിപ്പാലത്തുണ്ട്, നടുവണ്ണൂരുണ്ട്, വടകരുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓഫീസിന്റെ ടൂളുകളാണ്. അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ അവരെ പഠിപ്പിക്കണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പഠിപ്പിക്കണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ചൊവ്വാഴ്ച നിങ്ങൾക്ക് പനിയാണെന്ന് കൂട്ടിക്കോ, എന്ത് സംഭവിക്കും? നിങ്ങൾ നിങ്ങളുടെ ടീമിനെ നളന്തയിലോ അല്ലെങ്കിൽ കുറ്റ്യാടിയും GTSലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള GTSകളിലോ അത് കയറാനും ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പനി പഠിച്ച് കിടക്കുന്ന സമയത്തും എന്ത് സംഭവിക്കും? അവിടെ GTS നടക്കുന്നുണ്ടാവും, നളന്തയിൽ GTS നടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ടീം അവിടെ കയറും, നളന്തയിൽ കയറും. അയാളുടെ ടീമിലാണ് കയറി കഴിഞ്ഞാൽ മോട്ടിവേഷൻ ആണ്, അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, പുതിയ ആളുകൾ ജോയിൻ ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ആ ടൂള് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അതിന്റെ മുകളിൽ റിസൾട്ട് കിട്ടുമല്ലോ. യെസ്, ദാറ്റ്സ് ടൂൾ. അതാണ് ഉപകരണങ്ങൾ. നമ്മുടെ ഈ ബിസിനസിന്റെ ഉപകരണങ്ങളാണ് അതൊക്കെ. ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. ഓക്കെ, ടൂൾസ് ആർ ഡ്യൂപ്ലിക്കേറ്റബിൾ. ഓക്കെ, അത് ഡ്യൂപ്ലിക്കേറ്റബിൾ ആണ്, സിമ്പിൾ ആണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് നിങ്ങളുടെ ടീമിനെ പഠിപ്പിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? അത് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹോം മീറ്റിംഗ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക, അത് ടൂളാണ്, ഹോം മീറ്റിംഗ് ടൂളാണ് നമ്മുടെ. ഓക്കെ, നിങ്ങൾക്ക് നാളെ ഹോം മീറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ സുഖമില്ലാതെ കിടക്കുകയാണ്, ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ടീം അത് ചെയ്യുന്നുണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, ഓട്ടോമാറ്റിക് അവിടെ റിസൾട്ട് വരുമല്ലോ, അല്ലെ? അതാണ് പറഞ്ഞത്, കൃത്യമായിട്ട് പറയുന്നത്. ടൂൾസ് വർക്ക് ഈവൻ വെൻ യു ആർ നോട്ട് വർക്കിംഗ്. നിങ്ങൾ വർക്ക് ചെയ്യാത്ത സമയത്തും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തും ടൂളുകൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾ അവിടെ ആ GTSലേക്ക് ആളെ കയറ്റി കൊടുത്താൽ മതി, FSSലെ ആളെ കയറ്റി കൊടുത്താൽ മതി, പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലേക്ക് ആളെ കയറ്റി കൊടുത്താൽ മതി. സിമ്പിൾ ഗെയിമാണ്. ഓക്കെ, ആ ടൂൾസ് ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദെൻ നെവർ ഡു ഫോർ ദം വാട്ട് ദേ ഷുഡ് ഡു ഫോർ ദംസെൽഫ്. നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാര്യം അവർക്ക് ചെയ്ത് കൊടുക്കരുത്. എല്ലാ കാര്യവും. ചില ആളുകൾ ഉണ്ടാവാം, അവർ കയറി വരട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് സ്പൂൺ ഫീഡിങ് എന്ന് പറയും, കോരി കൊടുക്കുക. ഒരു കാരണം നെവർ ഡു ഫോർ ദം. അവർക്ക് ഒരു കാരണവശാലും എപ്പോഴും ചെയ്ത് കൊടുക്കരുത്. ദേ ഷുഡ് ഡു ഫോർ ദം. അവർ ചെയ്യട്ടെ, അവർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യട്ടെ. ഓക്കെ, അവരെങ്ങനെയാ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കിയേ. ലെറ്റ് ദം ഫൈറ്റ്. അവർ ഫീൽഡിൽ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അവർ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തിട്ട് വേണം ഫീൽഡിലുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ അവർക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ അവർ ഈ ബിസിനസ്സിലേക്ക് സക്സസ് ആയി വരുള്ളൂ. ഓക്കെ, അവര് വെയിലത്തും ഇറങ്ങണം, മഴയത്തും ഇറങ്ങണം, ഫൈറ്റ് ചെയ്ത് ഫീൽഡിലുള്ള നെഗറ്റീവ്സും കാര്യങ്ങളല്ല. അയ്യോ സാറേ, ആ കസ്റ്റമർ റെഡി അല്ല, ആ കസ്റ്റമർ ശരിയല്ല, ആ കസ്റ്റമർ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ എന്തായാലും വരണം സാറേ. ആദ്യം അവര് ചെയ്യട്ടെ. ആദ്യം അവർ ചെയ്ത് 1 or 2 ഫോളോ അപ്പ് അവർ ചെയ്തിട്ട് മൂന്നാമത്തെ ഫോളോ അപ്പിന് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, മൂന്നാമത്തെ ഫോളോ അപ്പിന് നിങ്ങൾ പോയാൽ മതി. കാരണം എന്താണ്? അവര് ഈ സംഭവം ചെയ്ത് പഠിക്കട്ടെ, സ്ട്രഗിൾ ചെയ്യട്ടെ. അവര് ഫീൽഡിൽ ബുദ്ധിമുട്ടണം. നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് ബുദ്ധിമുട്ടണം. സ്പൂൺ ഫീഡിങ് കൊടുക്കരുത്. എന്തും കോരി കൊടുക്കുക, പൊരേ കൊണ്ടേ കൊടുക്കുക.
ചെയ്യരുത്. ഓക്കെ, അവരെന്ത് ചെയ്യുന്ന ലെറ്റ് ദം ഫൈറ്റ്, സ്ട്രഗിൾ, ദെൻ കം അപ്പ്. അവർ കയറി വരട്ടെ. അങ്ങനെ കയറി വരുന്ന ലീഡർ മാത്രമേ നിങ്ങളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. കഴിയണം സൂം മീറ്റിംഗിന് ഇവിടുത്തെ ടീമിന്റെ സൂം മീറ്റിംഗ് എന്റെ ലിങ്കിലാണ് പോകുന്നത്. അപ്പൊ കോ-ഹോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. 6:30 സമയം, 6:30 ഇതാക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ധാരണ കൊണ്ട് ഒരു 15 മിനിറ്റ് കൂടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അവരെ ഒരു കാരണവശാലും അവരെ അനാവശ്യമായിട്ട് മടിയന്മാരാക്കി മാറ്റരുത്. ഓക്കെ, അവരെന്ത് ചെയ്യണം, ലെറ്റ് ദം ഫൈറ്റ്, സ്ട്രഗിൾ ആൻഡ് കം അപ്പ്. അവരെ അങ്ങനെ കയറി വരണം അവർ, നമ്മുടെ ടീമിലുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ ഫീൽഡ് ഇറങ്ങി വന്ന് വർക്ക് ചെയ്ത് ലീഡർ ആയവൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈ ബിസിനസ് ഇട്ടേച്ച് പോകൂല. അവൻ ഈ ബിസിനസിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി സീരിയസ് ആയിട്ട് ഇവിടെ നിൽക്കും. ഇതിന്റെ അകത്ത് എന്താ പറയാ, അനീഷ് സാർ പറയുന്ന ഒരു വേർഡ് റിസർച്ചിട്ടുണ്ടെങ്കിൽ കുൽസിത പ്രവർത്തികൾ. അനീഷ് സാറിന്റെ വാക്കുകളാണ് കുൽസിത പ്രവർത്തികൾ. ഈ ബിസിനസ്സിൽ കുൽസിത പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ഉടായ്പ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകൾ മുഴുവൻ എന്താ പറയാ, എങ്ങനെയൊക്കെയോ വന്ന് ഈ ബിസിനസ് കൂടെ പൈസ ഉണ്ടാക്കിയ ആൾക്കാർ, അല്ലാതെ വലിയ റിസ്ക് ഒന്നും എടുത്തിട്ട് വന്ന് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ഒന്നും ഇതിന്റെ അകത്ത് ചെയ്യൂല, കുൽസിത പ്രവർത്തികൾ ചെയ്യൂല. പണിയെടുത്ത് വന്നവൻ, സ്ട്രഗിൾ ചെയ്ത് വന്നവൻ ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ ബിസിനസ്സിൽ ഉടായ്പ പരിപാടി ചെയ്യൂല. നല്ല പരിപാടി മാത്രം നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, ഈ കുൽസിത പ്രവർത്തികൾ ചെയ്യുന്നത് മുഴുവൻ എന്താണ്, ഈ എന്താ പറയാ, വലിയ റിസ്ക് ഒന്നും എടുക്കാതെ അച്ചീവർ ആയ ആളുകൾ, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വലിയ ലക്ഷ്യമൊന്നും ഇല്ലാത്ത ആളുകൾ, ആ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും കുൽസിത പ്രവർത്തികൾ എടുക്കുക. എന്ത് ചെയ്തോളുക, ഇവിടെ നമ്മൾ കൃത്യമായ ലക്ഷ്യവും കൃത്യമായിട്ടുള്ള എന്താ പറയാ ലീഡർഷിപ്പും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വാശിയും, ഒരു മത്സര ബുദ്ധിയും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അവൻ ഫീൽഡിൽ ഇറങ്ങി കളിച്ച് വളർന്നു വരുന്നവൻ തന്നെയായിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് സ്പൂൺ ഫീഡിങ് ചെയ്ത് കൊടുക്കണ്ട, നശിപ്പിക്കരുത്. നിങ്ങളെക്കാൾ കഴിവുണ്ട് സാറേ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക്, നിങ്ങൾ സ്പൂൺ ഫീഡിങ് ചെയ്യണ്ട, നിങ്ങൾ വാരി കൊടുക്കണ്ട, നിങ്ങൾ കോരി കൊടുക്കണ്ട. അവൻ ചെയ്യും, അവൻ സ്വന്തമായിട്ട് ചെയ്യും. അവന് ചെയ്യാനുള്ള അവസരം കൊടുത്താൽ മതി. ഇവിടെ ഈ ബിസിനസ്സിൽ ഞാൻ കണ്ടെടുത്തോളം, മൈ ലൈഫിൽ ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മൈ ലൈഫിൽ കൂടെ നിൽക്കുന്നവന് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്താൽ ശരിയാവില്ല സാറേ, ഞാൻ ചെയ്തോളാം. അതിന്റെ ആവശ്യമില്ല, അയാൾ ചെയ്യട്ടെ സാറേ, കാലാകാലം നിങ്ങൾ ചെയ്തോണോ, അവര് ചെയ്യട്ടെ, അവര് കയറി വരട്ടെ ഈ ബിസിനസ്സിലേക്ക്, അവരുടെ അച്ചീവ്മെന്റ്സ് കാണിക്കട്ടെ, അവരവരുടെ കപ്പാസിറ്റി കാണിക്കട്ടെ, അവരവരുടെ നേതൃത്വ പാഠവും കാണിക്കണം. ആ രീതിയിൽ കയറി വരിക എന്നതാണ് പ്രധാനമായിട്ട് ഉള്ളത്. ദെൻ ഇവിടെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടെങ്കിൽ, ഈ ബിസിനസ്സിൽ ബിൽഡ് യുവർ ബിസിനസ് വിത്ത് പ്രോഗ്രാംസ്. ഓക്കെ, പ്രോഗ്രാംസ് ആണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രോഗ്രാംസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പ്രോഗ്രാംസിന്റെ പ്രത്യേകത, പ്രോഗ്രാംസ് ആർ ലൈഫ് ലൈൻ ഓഫ് ദിസ് ബിസിനസ്. ഓക്കെ, എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്? പല തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ GTS പ്രോഗ്രാം, അത് ചൊവ്വാഴ്ച ആണെങ്കിൽ, FSS ആണെങ്കിൽ, പ്രൊഡക്ട് ട്രെയിനിങ് ആണെങ്കിൽ, അതിനൊക്കെ പുറമെ നമ്മൾക്ക് എന്തുണ്ട്, വലിയ മെഗാ പ്രോഗ്രാംസിന് പ്രാധാന്യമുണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട സംഭവമാണ്. ബിൽഡ് യുവർ ബിസിനസ് വിത്ത് പ്രോഗ്രാംസ്. നിങ്ങളുടെ ടീം ശക്തമായ രീതിയിൽ വളരുന്ന സമയത്ത് നിങ്ങളുടെ ടീമിന്റെ ആ പ്രോഗ്രാം, ഒരു വലിയ പ്രോഗ്രാം നിങ്ങൾ വെക്കണം. നിങ്ങളുടെ ടീമിന്റെ പ്രോഗ്രാം വെക്കണം. ആ ടീമിന്റെ പ്രോഗ്രാം അത് സക്സസ് ആക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നിങ്ങളുടെ ടീമിന്റെ ഷോ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ. ഇപ്പൊ അനിൽ സാർ, ഇപ്പോ നിങ്ങൾ അതിൽ എത്രയോ ഭാഗ്യവാനാണ് ആ കാര്യത്തില്. കാരണം അനിൽ സാറ് അതേപോലെ തന്നെ എന്താണ്, ഈ വലിയ മെഗാ പ്രോഗ്രാം ഒക്കെ ലെവലിലേക്ക്, അല്ലെങ്കിൽ ചെയ്യുന്ന ലെവലിലേക്ക് ആള് കയറി വരുന്നുണ്ട്. റിസ്ക് എടുക്കാൻ അയാൾ റെഡിയാണ്. സാറേ, അങ്ങനത്തെ ലീഡേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ലക്കാണ്. കാരണം അതിന്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്താ വേണ്ടത് സാറേ, നിങ്ങൾ പറ, ഞങ്ങൾ ഉണ്ട് എന്നുള്ള ലെവലിൽ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അവിടെ ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്രേ ഉള്ളൂ, ആ പ്രോഗ്രാം ഞാനിപ്പോ എനിക്ക് തോന്നുന്ന ഒരു വെലോസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, മെഗാ പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു. ആദ്യം ഇപ്പൊ 3 ചെയ്തു, 3 സീസൺ ചെയ്തു. സീസൺ 3 കഴിഞ്ഞു. പിന്നെ വയനാട്ടിൽ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു. ടോട്ടൽ 4 മെഗാ പ്രോഗ്രാം ഞാൻ ഈ കാലത്തിനിടയ്ക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഇത് കണ്ടുപഠിച്ചത് അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള അനീസാറിൽ നിന്നും, അതേപോലെ തന്നെ നിങ്ങളുടെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള
ശൈലേഷ് സാറിനിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഞാനിത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, എനിക്ക് മനസ്സിലായ കാര്യത്തിലുള്ളൂ, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേ ആണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ എന്ത് ചെയ്യുക, അവിടെ ഹൈലൈറ്റ് ചെയ്യാനും അവിടെ ആ പ്രോഗ്രാമിലേക്ക് ഒരു റാങ്കിലേക്ക് എത്തി അത് റെക്കഗ്നൈസ് ചെയ്യാനും അതിന്റെ ഫോട്ടോസും അതിന്റെ വീഡിയോസും ഒക്കെ അതിന് അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിനൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലൂടെയും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതേപോലെ തന്നെ മറ്റുള്ള പല സാമൂഹ്യ സോഷ്യൽ മീഡിയകളിൽ കൂടിയൊക്കെ നമുക്കത് പരസ്യം ചെയ്തിട്ട് നമുക്കത് ബിസിനസ് ആക്കി മാറ്റാൻ ഇവൻ ഭയങ്കര സംഭവമാണല്ലോ എന്നുള്ള ലെവലിലേക്ക് ഒന്ന് ചെയ്യാനൊക്കെ നമുക്കതൊരു ഭയങ്കര സംഭവം. ഇന്നലെ ഞാൻ മലപ്പുറം GTS പോയിട്ടുണ്ട്. മലപ്പുറം GTS അടിപൊളി മീറ്റിംഗ് ഇരുന്നത്. ആ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടുത്തെ ആ ക്രൗഡിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാറ്റസ് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറെ ആളുകൾ, പുതിയ ആളുകൾ ആലോചിച്ചു, ഞാൻ പിന്നെയും എന്താ പറയാ, നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോൺ ബുക്കിലേക്ക് പുതിയ ആളുകൾ ഇങ്ങനെ ആഡ് ചെയ്യുമല്ലോ, കോണ്ടാക്ട്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമല്ലോ. ആ ആഡ് ചെയ്യുന്നതിനകത്ത് ഞാൻ ഈ ഇടക്കാലത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല 1-2 ആളുകൾ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു, ഇതെന്താ പരിപാടി, ഇതിങ്ങനെയാണോ, അത് ഇത്രയും വലിയ പരിപാടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് 1-2 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്രേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വേ ആണ്. ഓക്കെ, അതിൽ കൂടി നിങ്ങൾ ഒരു അച്ചീവർ ആക്കി മാറ്റുക. അപ്പൊ നിങ്ങളിപ്പോ ആ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്, നിങ്ങളുടെ ടീമിൽ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൽ ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടീമിന്റെ പാസുകളെല്ലാം കളക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ അകത്ത് മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം 500-ൽ കൂടുതൽ വരുന്ന ആളുകളുടെ പ്രോഗ്രാം ആയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനിൽ സാറ്. 500-700 ആളുകളുടെ പ്രോഗ്രാം ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഇതിന്റെ അകത്ത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട വ്യക്തി ബുദ്ധിപരമായി ചിന്തിക്കുന്ന വ്യക്തി ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക. ആ പ്രോഗ്രാം അനിൽ സാർ നടത്തുന്നുണ്ട്, അതിന്റെ റിസ്കും അതിന്റെ ടെൻഷനും അതിന്റെ എല്ലാ കാര്യങ്ങളും ആര് വഹിച്ചോളും? അനിൽ സാർ വഹിച്ചോളും. ഞാൻ എന്ത് ചെയ്താൽ മതി? അതിനകത്തേക്ക് ആളെ കയറ്റി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ റിസ്ക് എടുക്കാതെ ടെൻഷൻ അടിക്കാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്റെ ടീമിലുള്ള അനിൽ സാർ 700 ആളെയാണ് വിചാരിക്കുന്നതെങ്കിൽ അനിൽ സാറിന്റെ ടീമിലുള്ള അല്ലെങ്കിൽ 700-ൽ അതിനകത്തൊരു 300 പേര് എന്റെ ടീമിൽ നിന്നായിരിക്കണം. ഇങ്ങനെ ഞാൻ ചിന്തിക്കും. 300 പേര് എന്റെ ടീമിൽ നിന്നായിരിക്കണം, ബാക്കി മറ്റുള്ള ടീം കൂടി വന്നോട്ടെ. അനിയേട്ടന് കുറെ ടീമുണ്ടല്ലോ. അനിയേട്ടന്റെ ടീമിലുള്ള ഞാൻ അനിയേട്ടന്റെ ടീമിലാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെയാ. ഈ പ്രോഗ്രാം എന്തായാലും അവിടെ നിന്നാണ്, അതിൽ 300 ആൾക്കാർ എന്റെ ടീമിൽ നിന്നായിരിക്കണം, ബാക്കി 400 ആൾക്കാർ മറ്റുള്ള ടീമിൽ കൂടെ പോകണം. എനിക്ക് എന്ത് ചെയ്യണം? അത് മുതലാക്കണം. ഈ രീതിയിലുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ആസ് എ ലീഡർ. ഇവനെയാണ് കുരുട്ടുബുദ്ധി. ഈ കാര്യത്തിൽ നിങ്ങൾ കുരുട്ടുബുദ്ധി എടുത്തോ. നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ടീമിന്റെ വളർച്ചയ്ക്കും നല്ല കാര്യത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുരുട്ടുബുദ്ധിയാവാം. വേറൊരാൾക്ക് ഉപദ്രവം ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി എന്ത് ചിന്തിക്കുന്നുവോ, വേറൊരാൾക്ക് ഉപദ്രവം വരുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുരുട്ടുബുദ്ധിയാവാം. പക്ഷെ വേറൊരാൾക്ക് പണി കൊടുത്തും കൊണ്ട് നിങ്ങൾക്ക് മാത്രം വളരണം എന്നുള്ളതാണെങ്കിൽ അത് തല്ലുകൊള്ളിത്തരം എന്നും പറയും. ഓക്കെ, അത് പാടില്ല. ഓക്കെ, നിങ്ങൾക്കും ഗ്രോത്ത്, മറ്റുള്ളവർക്കും ഗ്രോത്ത് തരാം, വേറെ ഉപദ്രവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ഐഡിയാസും സ്ട്രാറ്റജികളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഒരു അനിയേട്ടന്റെ ടീമിൽ ഒരുപാട് STC ഉണ്ട്. ഒരു STC വിചാരിക്കുകയാണ്, എന്റെ ടീമിലായിരിക്കണം കൂടുതൽ പാർട്ടിസിപ്പേഷൻ എന്ന് ചിന്തിക്കുന്നിടത്ത് അത് ഒരു തെറ്റും പറയാനില്ല. അത് അയാളുടെ ബിസിനസ് മൈൻഡാണ്. ഓക്കെ, അത് എല്ലാവർക്കും ഉണ്ടായിക്കോളണമെന്നില്ല. എന്നാൽ അത് മറ്റുള്ള STCകൾക്ക് വിട്ട് ബുദ്ധിമുട്ടിട്ട് അല്ലതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കാം. സ്പെഷ്യൽ ഓഫറുകളോ ടിക്കറ്റ് ഓഫറിങ്ങോ അല്ലെങ്കിൽ പുതിയ സെയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പുതിയ സെയിൽസ് ഓഫറോ അങ്ങനെ പലതും കൊടുക്കാം. ചെറിയ കോൺടെസ്റ്റുകൾ, ടൂറിന്റെ കോൺടെസ്റ്റുകളോ ഇതൊക്കെ ചെയ്യാം. നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണം, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വലിയൊരു സെലിബ്രേഷൻ, ഇതൊക്കെ ഇതിന് ഈക്വലന്റ് ആണ് എന്ത്? നമ്മുടെ ടീമിൽ നടക്കുന്ന വലിയ മെഗാ ഷോ എന്ന് പറയുന്നത്, മെഗാ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ മെഗാ പ്രോഗ്രാം സക്സസ് ആകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സക്സസിന്റെ ഗ്രോത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ടീമിന് ഇപ്പൊ അത്തരത്തിലുള്ള വലിയൊരു അവസരം വന്ന് കിടക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഇതിൽ നാളുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അത് ഉപയോഗിക്കുക, കൃത്യമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നാളുകളിൽ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ലെവല് മാറും, നിങ്ങളുടെ റാങ്ക് മാറും. നിങ്ങളുടെ റാങ്ക് മാറുമ്പോൾ നിങ്ങൾക്ക് നാളുകളിൽ വലിയ അച്ചീവ്മെന്റ്സ് വരും. ഓക്കെ, എനിക്ക് ഞാൻ ഇത്തരത്തിൽ ഞാൻ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ITC എന്ന കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് പ്രഭാതത്തിൽ കയറി അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കൊണ്ട് ഓടി വന്ന് മറ്റു ടോപ്പിലേക്ക് വന്ന് കയറി വ്യക്തിയല്ല ഞാൻ. ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ്സിലെ STC റാങ്കിൽ എത്തുന്ന സമയത്താണ് ഞാൻ ഫുൾ ടൈം കരിയർ ആവുന്നത്. ഫുൾ ടൈം ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബെല്ലി സാറിന്റെ ടോട്ടൽ STC ഗ്രൂപ്പിലെ 16-മനായിരുന്നു ഞാൻ. 16-മത്തെ STC ആയിട്ട് 16-മത്തെ STC ആയിട്ട് വന്നിട്ട് അവിടുന്നാണ് പിന്നീട് ഞാൻ ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്റെ ഇപ്പൊ ഈ ഹാളിൽ എന്റെ മുന്നിലുള്ള ഒരുപാട് 1 by 1 ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ടാർഗറ്റ്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ബാലുശ്ശേരി വെച്ചിട്ട് അന്ന് ആ സമയത്ത് ബെല്ലി സാറിന്റെ ഒരു STC മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ STC മീറ്റിംഗിൽ ഞാൻ സംസാരിച്ച വേർഡാണ്. അവിടുന്ന്